അല്ലാഹ സൂറത്ത് ഓതിയാൽ കാണാം വജദക ളാല്ലൻ ഫഹദാ. നബിയേ, അങ്ങ് വഴികേടിത്തരത്തിൽ പെട്ടുപോകാനുള്ള സർവ്വ സാഹചര്യങ്ങളിലുമാണ് അങ്ങ് ജീവിച്ചത്, അങ്ങ് വളർന്നത്. പക്ഷേ ഫഹദാ, അള്ളാഹു തങ്ങളെ സമൂഹത്തിൻ്റെ ദുഷിപ്പിലൊന്നും പെടാത്ത രീതിയിൽ നേർമാർഗത്തിലേക്ക് അള്ളാഹു തങ്ങളെ നയിച്ചു എന്ന അർത്ഥം വരുന്ന ശുദ്ധ ഖുർആനിക സൂക്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് സഫറിലൂടെ ചുവട് വയ്ക്കുകയാണ് നമ്മളെല്ലാവരും. ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന ഒരു ജനതയെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ മാസത്തിലേക്കുള്ള ചുവടുവെപ്പുകളിൽ അവിടുത്തെ കുറിച്ചുള്ള സ്മരണകൾ, അവിടുത്തെ വ്യക്തിത്വ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പലരും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനും സംസാരിക്കുകയാണ്. അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം വലിയൊരു സൽക്രമമായി സ്വീകരിച്ച് കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. നല്ല ചുറ്റുപാട്, നല്ല കൂട്ടുകാർ, നല്ല വായന, ഇതെല്ലാം മനുഷ്യരിൽ നല്ല ഗുണങ്ങൾ സൃഷ്ടിക്കും. നേരെ മറിച്ച് ചീത്ത സാഹചര്യങ്ങൾ, മോശമായ കൂട്ടുകെട്ടുകൾ, ദുഷിച്ച ബന്ധങ്ങൾ, ഇതെല്ലാം മനുഷ്യരിൽ ചീത്ത ഗുണങ്ങളെ ഉണ്ടാക്കും. പണ്ടൊരു പഴമൊഴി, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നാണല്ലോ. ഇതാണ് പൊതുവായ അവസ്ഥ എങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണത്തിലാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിളിച്ച ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, അക്രമം, ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം, ഇതെല്ലാം ചുറ്റുപാടും കൊടികുത്തി വാണ കാലത്താണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്നത്. യതീമായി വളർന്നിട്ടും അതിൻ്റെ ഒരംശം പോലും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് തീണ്ടിയിട്ടില്ല. നമുക്കറിയാം, പാപ്പയില്ലാതെ പിതാവില്ലാതെ വളരുന്ന മക്കൾ പൊതുവെ വഴിപിഴച്ചു പോകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ ഏറെയാണെന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പറഞ്ഞ ഒരു
സമൂഹത്തിൻ്റെ ദുഷിപ്പുകളും തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാ, അവിടുന്ന് വളർന്നു വന്ന സാഹചര്യത്തെ പറ്റി പറയുകയുണ്ട്. ഫവല്ലാഹി മാ ഹമംതു ബിസൂഇൻ മിമ്മാ യഅമലു അഹ്ലുൽ ജാഹിലിയ്യ ഹത്താ അക്രമനി അല്ലാഹു അസ്സ വജല്ല ബിനുബുവ്വതിഹി. എന്താണ്? അള്ളാഹനെ തന്നെയാണ് സത്യം. മാ ഹമംതു ബിസൂഇൻ മിമ്മാ യഅമലു അഹ്ലുൽ ജാഹിലിയ്യ. ഡാർക്ക് ഏജ് കാലഘട്ടത്തിലെ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. എത്രത്തോളം എന്നാൽ അല്ലാഹു തആല എന്നെ അവൻ്റെ ഔദാര്യമാകുന്ന നുബുവത്ത് എന്ന പദവി നൽകി. അള്ളാഹ് എന്നെ ബഹുമാനിച്ചു. അത്രത്തോളം എനിക്ക് വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം ബസാർ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അന്ത്യപ്രവാചകരെ അള്ളാഹു വളർത്തിയത് അവൻ്റെ പ്രത്യേക തർബിയത്തിലായിരുന്നു എന്നർത്ഥം. അല്ലാഹു സൂറത്ത് ഓതിയാൽ കാണാം, വജദക ളാല്ലൻ ഫഹദാ. നബിയേ, അങ്ങ് വഴികേടിത്തരത്തിൽ പെട്ടുപോകാനുള്ള സർവ്വ സാഹചര്യങ്ങളിലുമാണ് അങ്ങ് ജീവിച്ചത്, അങ്ങ് വളർന്നത്. പക്ഷേ ഫഹദാ, അള്ളാഹു തങ്ങളെ സമൂഹത്തിൻ്റെ ദുഷിപ്പിലൊന്നും പെടാത്ത രീതിയിൽ നേർമാർഗത്തിലേക്ക് അള്ളാഹു തങ്ങളെ നയിച്ചു എന്ന അർത്ഥം വരുന്ന ശുദ്ധ ഖുർആനിക സൂക്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എതിർചേരിയുടെ നായകനായ അബൂ സുഫിയാൻ, വലിയ സംഭവമാണ്, ഞാൻ ചുരുക്കി പറയുന്നു. ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ സത്യവാങ്മൂലം ഇതിന് തെളിവാണ്. അബൂ സുഫിയാനെയും സംഘത്തെയും ഹിർക്കൽ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ എഴുത്തിൻ്റെ ആ സന്ദേശത്തിൻ്റെ ആ ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിൻ്റെ ആ ഒരു ലെറ്റർ കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് അബൂ സുഫിയാനെയും സംഘത്തെയും അവിടെ ആ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സത്യം പറയണമെന്ന് അബൂ സുഫിയാനോട് രാജാവ് കരാറ് ചെയ്തു. കളവ് പറഞ്ഞാൽ തുറന്നു പറയണമെന്ന് കൂടെയുള്ളവരോടും നിർദ്ദേശിച്ചു. രാജസദസ്സാണ്. തുടർന്ന് രാജാവിൻ്റെ ചോദ്യവും അബൂ സുഫിയാന്റെ മറുപടിയും ശ്വാസമടക്കി പിടിച്ചാണ് സദസ്സ് കേട്ടത്. രാജാവ് ചോദിക്കുകയാണ്, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ്. ബുഖാരി അവിടുത്തെ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ, ഫഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വല്ല കളവും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ആ ചോദ്യം. കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഖബല യഖൂല മാ ഖാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ സന്ദേശം അവിടുന്ന് കൈമാറുന്നതിൻ്റെ മുമ്പ്, അവിടുത്തെ ആ ജീവിത കാലഘട്ടത്തിൽ 40 വയസ്സിന് മുമ്പ് ഇത്തരം എന്തെങ്കിലും കളവുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോ അബൂ സുഫിയാൻ എന്നവർ പറയുകയാണ്, ഖുൽതുല, ഒന്നും തോന്നിയിട്ടില്ല. വേറെ എന്തെങ്കിലും ഒതുർ പറയുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ലാ, ഒന്നുമില്ല. അതായത് അവർക്കിടയിൽ വളർന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കളവിൻ്റെ ലാഞ്ചനകളില്ല. മറ്റ് ഏതെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ചു കാലം ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. 40 വയസ്സിന് ശേഷമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ഒരു വചനം ഞങ്ങളുടെ ഇലാഹുകളെയൊക്കെ തള്ളി പറഞ്ഞതല്ലാതെ മറ്റേ ഒന്നും ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് അബൂ സുഫിയാൻ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ കരാർ എന്നത് ഹിജ്റ 6-ാം വർഷം നടന്ന ഹുദൈബിയ കരാറാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ്
അപ്പോൾ ബദറും മുഹദും ഖന്തഖും കഴിഞ്ഞ് വൈരാഗ്യം കത്തി നിൽക്കുന്ന ഹുദൈബിയയുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അബൂ സുഫിയാന്റെ ഈ പ്രസ്താവന എന്നത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഹിർക്കലിന് അറിയേണ്ടുന്ന പ്രധാന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ കുറിച്ചായിരുന്നു. അവിടുന്ന് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് അബൂ സുഫിയാന്റെ മറുപടി എന്താണ്? ബുഖാരി ഉദ്ധരിക്കുന്നു. എന്താണ്? അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നത് ബിസ്വലാത്തി, നിസ്കരിക്കാനാണ്, നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്, വസ്സകാത്തി, നിർബന്ധ ദാനമാണ്, വസ്സിദ്ഖി, സത്യം പറയാനാണ്, വൽ അഫാഫി, ഞങ്ങൾ വ്യഭിചരിക്കാതെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കാനാണ്, വസ്വിലത്തി, കുടുംബ ബന്ധം ചേർക്കാനാണ്. ഖുർആൻ ഉദ്ധരിക്കുന്ന ഇതേ അർത്ഥം വരുന്ന ഖുർആനിക അധ്യാപനവും കാണാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇലുക്കും ലഅല്ലക്കും തദക്കറൂൻ. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അബൂ സുഫിയാൻ എണ്ണി പറയുന്നുണ്ട്. സത്യസന്ധത പുലർത്തണം, ലൈംഗിക വിശുദ്ധി പാലിക്കണം, കുടുംബ ബന്ധം ചേർക്കണം. എത്ര മഹത്തായ മൂല്യങ്ങളാണ്! ഇതൊന്നും ജാഹിലിയ കാലത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ ഓതി വെച്ച സൂറത്തുൽ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇലുക്കും ലഅല്ലക്കും തദക്കറൂൻ. ഡാർക്ക് ഏജിന്റെ ഇരുട്ടു വീണ മാനസങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. അള്ളാഹു കൽപ്പിക്കുമ്പോൾ എന്തെന്നാൽ നീതിപൂർവം പെരുമാറണം, നന്മ ചെയ്യണം, അടുത്ത കുടുംബക്കാർക്കും അല്ലാത്തവർക്കുമൊക്കെ നിർബന്ധ ദാനം ചെയ്യണം, തൃപ്തികേടുകളും വെറുക്കപ്പെടുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ വർജിക്കണം, വ്യഭിചരിക്കരുത്. ഈ പറയുമ്പോൾ നിങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്നുകൂടി ഖുർആൻ കൂട്ടിച്ചേർക്കുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു സമാനമായ സംഭവം കൂടി പറയാം. നജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ദൗത്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ശകലമുണ്ട്. അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അലൽ ശിർക്ക് നഅബുദുൽ ഔസാൻ വനഅകുലുൽ മൈത വനുസീഉൽ ജിവാർ വനസ്തഹിലുൽ മഹാരിമ വദ്ദിമാ വബഅസല്ലാഹു ഇലൈനാ നബിയ്യൻ മിൻ അൻഫുസിനാ നഅരിഫു വഫാഅഹു വസിദ്ഖഹു വഅമാനതഹു വദഅനാ ഇലാ അൻ നഅബുദല്ലാഹ വഹ്ദഹു വനസ്വിൽ അർവാഹിമ വനുഹ്സിനൽ ജിവാർ വനുസല്ലി വനസൂം. പ്രിയമുള്ളവരെ, ഈ നജാഷിയോട് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഓ രാജാവേ, ഞങ്ങൾ അവിശ്വാസത്തിലായിരുന്നു, യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല. ബിംബങ്ങളെ ഞങ്ങൾ ഇലാഹുകളായി കണക്കാക്കിയിരുന്നു, ഞങ്ങൾ ശവങ്ങളെ ഭക്ഷിച്ചിരുന്നു, ഞങ്ങൾ അയൽപക്ക ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുത്തിരുന്നില്ല, ഞങ്ങൾ ഇൻസസ്റ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, രക്തബന്ധത്തിന് ഞങ്ങൾ യാതൊരു വിലയും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ ജാഹിലിയ ജീവിതം ജീവിക്കുമ്പോഴാണ് ഒരു നബിയെ ഞങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു അയച്ചത്. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? കരാറ് പൂർത്തിയാക്കാനും സത്യം പറയാനും വിശ്വസ്തത പുലർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്നുള്ള തൗഹീദിന്റെ യഥാർത്ഥ വിശ്വാസവും കുടുംബ ബന്ധം പുലർത്തുവാനും നിസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും ഒക്കെയാണ് അല്ലാഹു കൽപ്പിക്കുന്നത് എന്ന മഹത്തായ സന്ദേശമാണ് അവിടുന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നതെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെയെല്ലാം നിലച്ചു നിൽക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമുന്നതമായ മാനവിക മൂല്യങ്ങളാണ്, സംസ്കാരങ്ങളാണ്. അനുകൂലികൾ മാത്രമല്ല പ്രതികൂലികളും പറയുമ്പോൾ ഒന്നു തന്നെ, ഇതൊരു ജനതയുടെ സാക്ഷിപത്രമാണ്. ഇതിനുപോൽബലകമായ ഒരു ചരിത്രം ഉണ്ട്. യമാമ രാജാവായ സുമാമത്ത് ബിൻ ഉസാൽ മദീനയിൽ വെച്ച് ദീൻ സ്വീകരിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഉംറയ്ക്ക് പോയി. അവിടെ ചെന്ന സുമാമ റളിയല്ലാഹു അൻഹു ഖുറൈശികളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർ നിരാകരിച്ചു. സുമാമ പറഞ്ഞു, വല്ലാഹി ലാ യഅതീകും മിനൽ യമാമത്തി ഹബ്ബത്തു ഹിൻതത്തിൻ ഹത്താ യഅദന ഫിഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സർവ്വ ചരക്കുകളും നീങ്ങുന്നത് യമാമയിലൂടെയാണ്. ഒരൊറ്റ ധാന്യം പോലും യമാമയിലൂടെ ഇനി കടന്നു പോകില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിക്കുന്നത് വരെ എന്ന്. ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഖുറൈശികൾ നബിക്ക് കത്തെഴുതി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സുമാമയോട് പറഞ്ഞു, സുമാമ വേണ്ട, അത് നിനക്ക് നിന്റെ ജോലിയിൽപ്പെട്ട കാര്യമല്ല, വിട്ടയച്ചേക്കുക. ബഹിഷ്കരണം ആവശ്യമില്ല, ഉപരോധം വേണ്ട. നോക്കൂ എത്ര സത്യസന്ധമായിട്ടാണ് അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നത്. മക്കയിലുള്ളവർ ശത്രുക്കളാണ്, തന്നെ പുറത്താക്കിയവരാണ്. പക്ഷേ നീതിയും ന്യായവും വിട്ട് അവിടുന്ന് ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യുകയുമില്ല. ശത്രുവിനോടും നീതിയാണ്. അതാണ് ഇസ്ലാം. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ കാലികമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് നാം ഓർത്തു പോവുകയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടക്കുന്നു. ആ സമരത്തെ അടിച്ചമർത്താൻ പല വിധത്തിലുള്ള മർദ്ദന മുറകൾ അവർ പ്രയോഗിക്കുകയാണ്. അതിനിടയിലും ചില മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ കണ്ടു, അവർ വെള്ളവും മിശ്രയുമായി ഓടിമടക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ ക്രൂരമായ സാഹചര്യത്തിലും മുസ്ലിങ്ങൾ അവരെ കൊണ്ടാകുന്ന സേവനം ചെയ്യുന്നുണ്ട്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സംസ്കാരമാണ്. പ്രിയമുള്ളവരെ, എത്ര വിഷമിക്കുമ്പോഴും, എത്ര പ്രയാസപ്പെടുമ്പോഴും, എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും മഹിതമായ സാംസ്കാരിക മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിക്കുന്നു. ആ കൽപ്പനയാണ് ഈ വരുന്ന റബീഇന്റെ വിശുദ്ധമായ സന്ദേശങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം. നമ്മൾ ശിരസ വഹിക്കേണ്ടത് തീവ്രവാദമോ അല്ലെങ്കിൽ മറ്റ് ഉപദ്രവ മാർഗങ്ങളോ അല്ല. സമരം വേണം. നീതിയുടെ നിസ്തുല ദർശനങ്ങൾ പുലരുന്നതിന് വേണ്ടിയുള്ള സമരം ധാർമ്മികമായിരിക്കണം, രക്തരഹിതമായിരിക്കണം, അഹിംസയിൽ ഊന്നി നിന്നതുകൊണ്ടായിരിക്കണം. അള്ളാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, വരച്ചു കാട്ടിത്തന്ന ഉത്തമമായ ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ശിഷ്ടജീവിതം ജീവിച്ച് തീർക്കുവാനും അവിടുത്തെ സന്ദേശം കൃത്യമായ രീതിയിൽ സമൂഹത്തിന് കൈമാറുവാനുമുള്ള തൗഫീഖ് നസീബാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.